നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാട്ട് ആൻ ഇന്നിങ്സ്, വാട്ട് ആൻ ഇന്നിങ്സ്. വൺ ഓഫ് ദി ക്രേസിയസ്റ്റ് ഇന്നിങ്സ് ഫോർ മുംബൈ ഇന്ത്യൻസ് ഇൻ IPL. പൊള്ളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനമാണ് തിലക് വർമ്മയിൽ നിന്ന് വന്നത്. അതും അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ടീമിൻ്റെ അവസ്ഥ എന്താണ്? മുടന്തിപ്പോവുകയാണ്. റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടിപ്പോയൊരു ഘട്ടത്തിലാണ് തൻ്റെ IPL ആദ്യത്തെ സെഞ്ചുറി അദ്ദേഹം നേടുന്നത്. 14 ഓവർ പിന്നിടുമ്പോൾ തിലക് വർമ്മ 22 പന്തുകളിൽ നിന്ന് 19 റൺസുമായിട്ട് നോട്ട് ഔട്ടാണ്. പിന്നീട് 20 ഓവർ കഴിയുമ്പോഴോ 45 പന്തിൽ നിന്ന് 101 റൺസിൻ്റെ കിടിലൻ ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. സോ പൊളിച്ചടുക്കിയ പ്രകടനം എന്ന് തന്നെ പറയണം. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഏറ്റവും വേഗത്തിൽ IPL സെഞ്ചുറി നേടിയ റെക്കോർഡിൽ സാക്ഷാൽ സനത് ജയസൂര്യക്കൊപ്പം അദ്ദേഹം എത്തുന്നു. ഏതായാലും തിലക് വർമ്മ വാട്ട് എ കം ബാക്ക്. സൂപ്പർ ക്രിക്കറ്റാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് 150 പോലും എത്തുമോ എന്ന് സംശയമുണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ ഇന്നിങ്സ് 199 റൺസിലേക്ക് എത്തിയിരിക്കുന്നത്. നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 199 റൺസാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് GTക്ക് മേൽ നേടിയിരിക്കുന്നത്. ക്യൂഡികയും മലയവറും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 10 റൺസിലേക്ക് സ്കോർ ബോർഡ് എത്തുമ്പോഴേക്കും മലയവർ മടങ്ങി. അവൻ 4 പന്തിൽ നിന്ന് 2 റൺസാണ് നേടിയിരുന്നത്. ക്യൂഡിക്ക് കഴിഞ്ഞ കളിയിലെ സെഞ്ചുറിയനാണ് ഈ കളിയിൽ 11 പന്തിൽ നിന്ന് 13 റൺസുമായിട്ട് മടങ്ങി. കാഗിസോ റബാദ കോട്ടാൻ ബൗൾഡ് ചെയ്ത് പുറത്താക്കിയിരുന്നു. റബാദ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയണം. നമാൻദുർ മോശമില്ലാതെ കളിച്ച് 32 പന്തിൽ നിന്ന് 6 ഫോറും ഒരു 6 അടക്കം 45 റൺസ്. സൂര്യ വീണ്ടും നിരാശപ്പെടുത്തി തന്നെ 10 പന്തിൽ നിന്ന് 15 റൺസ്. പാണ്ഡ്യ 16 പന്തിൽ നിന്ന് 15 റൺസ്. സിറാജിൻ്റെ ബോളിൽ ഗ്ലെൻ ഫിലിപ്സ് ബൗണ്ടറി ലൈനിൽ ക്യാച്ച് എടുക്കുകയായിരുന്നു. ഒരു 4 അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. പിന്നെ റുദർഫോർഡ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. തിലക് മനോഹരമായിട്ട് തന്നെ സെഞ്ചുറി പൂർത്തിയാക്കുന്ന കാഴ്ച. 45 പന്തുകൾ 8 ഫോറും 7 സിക്സറും അടക്കം അവൻ അടിച്ചു കൂട്ടിയത് 101 റൺസാണ്. അവസാനം അതിമനോഹരമായിട്ടാണ് ആ ഒരു സെഞ്ചുറി പിറക്കുന്നത്. സെഞ്ചുറി ആവില്ലേ എന്ന് നമ്മൾ ഒന്ന് ശങ്കിച്ചു. 80 റൺസിലെത്തിയതിന് ശേഷം 20ാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നു. തിലക് വർമ്മയുടെ സ്കോർ ബോർഡിൽ 80 റൺസാണ്. പ്രസിദ്ധിൻ്റെ ആദ്യ പന്ത് അവൻ 4ലേക്ക് അടിക്കുന്നു. അടുത്ത പന്ത് അവൻ 6ലേക്ക് അടിക്കുന്നു. പിന്നത്തെ പന്ത് സിംഗിൾ ഇല്ല, സെഞ്ചുറി ഇല്ല എന്ന് കരുതി അടുത്ത പന്തിൽ റുദർഫോർഡ് സിംഗിൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെയുള്ള അടുത്ത പന്ത് ഫുൾ ടോസ് വരുന്നു, 6ലേക്ക് പറത്തുന്നു. പിന്നാലെ ഇന്നിങ്സിലെ അവസാന പന്ത് ബൗണ്ടറിയിലേക്ക് അടിച്ചുകൊണ്ട് അവൻ തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കി. ഏതായാലും 150 ഒതുങ്ങുമായിരുന്ന ഒരു സ്കോറിനെ 200-അടുത്തേക്ക് 199 എത്തിച്ചത് തിലക് വർമ്മയാണ്. എന്തായാലും ഇത് GT മറികടക്കുമോ കാത്തിരുന്ന് കാണാം. പക്ഷേ MIക്ക് പ്രതീക്ഷയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്.